ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ കുട്ടീസിന് ഇന്നത്തെ ലഞ്ച് നോക്കിയാലോ. പിന്നെ അവർക്ക് ഞാൻ പുലാവാണ് ഉണ്ടാക്കിയത്. ബസ്മതി റൈസ് കൊണ്ട് തന്നെയായിരുന്നു. അപ്പോൾ അതിന് വീട്ടിൽ തന്നെ വാങ്ങിയ ആ ഒരു അട്ടാണി ഉണ്ടല്ലോ, അത് കുറച്ച് ദിവസം മുമ്പ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഞാനത് നന്നാക്കി പൊളിച്ചെടുത്തിട്ട് അത് ഫ്രോസൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതും ക്യാരറ്റും കുറച്ച് ബീൻസുമാണ് ഇട്ടത്. അത് വെച്ചുള്ള ഒരു പുലാവ്, സിമ്പിൾ പുലാവാണ് കൊടുത്തത്. പിന്നെ നമുക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയായിരുന്നു, കുറച്ച് വലിയ ചെമ്മീനായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ടൂത്ത് പിക്ക് വെച്ച് ഇങ്ങനെ വെച്ചിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചു. അത് വേവിച്ചതിന് ശേഷം നമ്മുടെ ആ ഒരു തവ ഗ്രില്ലിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മൊരിയിച്ചെടുത്തു. പിന്നെ അതേ എണ്ണയിൽ തന്നെ കുറച്ച് ഒനിയൻ, തക്കാളി ഒക്കെ ഇട്ടിട്ട് കുറച്ച് ജിഞ്ചർ, ഗാർലിക് എല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റി, കുറച്ച് ടൊമാറ്റോ എല്ലാം ഇട്ടതിന് ശേഷം നമ്മുടെ പുളി ഒഴിച്ചാണ് ഇത് വേവിക്കുന്ന പ്രോണ്. ഞാനിതിൻ്റെ റെസിപ്പി ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് നാൾ മുൻപേ. അപ്പോൾ അതുപോലെ തന്നെ അതിൽ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് ഇളക്കിയെടുക്കുന്ന ഒരു മസാലയാണ്. ഇതാണ് അവർക്ക് ഇന്ന് കറിയായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ പ്രോൺ ഞാനിങ്ങനെ സെപ്പറേറ്റ് തന്നെ വെച്ചു. ആ ഒരു ഗ്രേവിയിലും ഉണ്ട് കുറച്ച് പ്രോൺ കേട്ടോ. അപ്പോൾ 2 പേർക്കുള്ള ലഞ്ച് തയ്യാറായി കഴിഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ടിഫിൻ അതിൽ തന്നെ കൊടുക്കാറില്ല. ശരിക്കും ടോക്കിയോ ലഞ്ച് ബോക്സാണ്, അതിൽ തന്നെ കൊടുക്കാം. അതിൽ 3 കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. പക്ഷേ എങ്കിൽ തന്നെ ഞാൻ അതിൽ കൂടെ റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് അവർക്ക് വീറ്റിൻ്റെ നൂഡിൽസ് ആയിരുന്നു. നൂഡിൽസിലും അത്യാവശ്യം വെജൊക്കെ ഇട്ടിട്ട് തന്നെയാണ് പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ ഇവർക്കൊരു ഷോർട്ട് ബ്രേക്കും ലോങ് ബ്രേക്കും ഉണ്ട്. അപ്പോൾ ആ ലോങ് ബ്രേക്കിലേക്കാണ് ഈ ഒരു ലഞ്ചും, പിന്നെ ഷോർട്ട് ബ്രേക്കിലേക്കാണ് ടിഫിനും. ഓൾറെഡി ഇവിടെ നിന്ന് നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് മോർണിംഗ് തന്നെ ഒരെണ്ണമെങ്കിലും അകത്താക്കിപ്പിക്കും, നമ്മുടെ ദോശ, ഇഡലി, ഉപ്പുമാവ് അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക്